നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ഈ മാറ്റത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ ഞാൻ തന്നെയാ. എന്റെ സ്നേഹനിധിയായ എന്റെ മക്കളുടെ അമ്മ എനിക്ക് തിരിച്ചു തന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയാ. എന്താ രാഘവേട്ട ഇത് മനുഷ്യനിങ്ങനെ കരയിപ്പിക്കാൻ വേണ്ടി? പൊന്നി കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തേ. ചെല്ലേ. എന്തായി മാമേ, എന്തായി പോയ കാര്യം? എന്താടാ രാഘവേട്ട, ഗോപാലകൃഷ്ണൻ അവിടെ ഇല്ലായിരുന്നു. അല്ല, അതുകൊണ്ട് പിന്നെ ദാ, എന്നിട്ട് ശാരദയും ശാലിനിയും വിളിച്ച് കാര്യം പറഞ്ഞു. സത്യയുടെ കാര്യം പറഞ്ഞ് ചെറിയൊരു സൗന്ദര്യ പിണക്കം ഞാനും ശാലിനിയും തമ്മിൽ ഉണ്ടായി. പിന്നീട് കാര്യങ്ങളൊക്കെ നേരായ വഴിക്ക് വന്നു. ശാലിനി സത്യമോളെയും കൂട്ടി നാളെ ചടങ്ങിന് വരും. ഈശ്വര, ഇപ്പോഴാ ഒരു സമാധാനമായത്. കണ്ടോ അവന്റെ മുഖത്ത് തെളിച്ചു കണ്ടോ? അതെ, ഇനി ഇത് കിടാനുള്ള അവസരം നമ്മളായിട്ടുണ്ടാക്കരുത്. രാഘവേട്ട, അപ്പോഴും എന്നെ ഒന്ന് കുറ്റപ്പെടുത്തിയേ പറ്റുമല്ലേ? ഓ പിന്നെ. അതെ അതെ അതെ, ഇനി രണ്ടുപേരും കൂടിയിട്ട് ഇതിന്റെ പേരിൽ മുഷിച്ചില് വേണ്ടേ? അപ്പോ നാളെയാണ് പരിപാടി. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു ദിവസം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേക്കിന് ഓർഡർ കൊടുക്കണം, പിന്നെ ഫുഡിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഏർപ്പാടാക്കണം. അതിനൊക്കെ അല്ലേടാ പിള്ളയുള്ളത്. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാ പോരെ, പിള്ള അത് വേണ്ടതുപോലെ ചെയ്തോളും. ബെസ്റ്റ്. അല്ല, പറഞ്ഞതുപോലെ അയാളോടെ പോയി. അല്ല, ഇങ്ങനെ നല്ല നടക്കുമ്പോ അയാളോട് വേണ്ടുന്നതല്ലേ? ഹോട്ടലിലെ ചില കാര്യങ്ങൾക്കായി പോയിരിക്കാച്ച ഇപ്പൊ വരും. അതുകൊള്ളാം. പിന്നെ അടുക്കള കാര്യത്തിന് ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ. പിന്നെ ഞാനും കാര്യമായിട്ട് തന്നെ സഹായിക്കാം. ഇപ്പോഴാ ഇതൊരു വീടായത്. ഏയ്, വീടാകണമെങ്കിൽ ശാലിനിയും കൂടെ വരണം. എന്നാലല്ലേ എല്ലാവരും കൂടി ഒത്തുകൂടിയെന്ന് പറയാൻ പറ്റൂ. അമ്മയാകെ മാറിയിരിക്കുക. മനസ്സ് നിറയെ സന്തോഷ. ഈ അമ്മയെ തന്നെയാ ഞാൻ എന്നും കാണാൻ ആഗ്രഹിക്കുന്നത്. എടാ വിഷ്ണു, നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോ. ആ കമലിനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ അവനെയും കൂടി വിളിച്ചോ. എല്ലാരും കൂടിയുള്ള സന്തോഷമല്ലേ, ആരും അങ്ങനെ മാറ്റി നിർത്തണ്ട. അവനെ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വരും, കേട്ടോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് കണ്ടോ. രോഹിത്തെ, നേരത്തെ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം കൃത്യമായിട്ട് നോക്കണേ. എന്തേലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ പോയി മാറ്റി വാങ്ങിച്ചോണം. നിങ്ങള് രണ്ടുപേരോടോ പറയുന്നേ. പപ്പിമോളുടെ ഡ്രസ്സ് അവളെ കൊണ്ട് ഇടിയിച്ച് തന്നെ നോക്കണം. അതെല്ലാം നോക്കി കഴിഞ്ഞു സത്യമേ, എല്ലാം കീറി കൃത്യമാ. ഇപ്പോഴാ നീ യഥാർത്ഥ ഭാര്യയായി മാറിയത്. ആ പഴയ ഭാമ. ഓ, അത് ശരി. ഈ വയസ്സാം കാലത്തെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായല്ലോ. പിന്നെ ഇത് നരകറിയുന്നേ ഉള്ളൂ. ഞാൻ അത്ര കഴിവൊന്നും ആയിട്ടില്ല. പിന്നെ ഈ ഇടക്കാലത്ത് നിനക്ക് കുറെ മാറ്റങ്ങൾ വന്നു. നിന്റേതല്ലാത്ത സ്വഭാവത്തിൽ നീ കുറെ നാളങ്ങ് ജീവിച്ചു. പക്ഷേ ഇപ്പൊ നീ തീർത്തും എന്റെ ആ പഴയ ഭാമയായി മാറി. നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ വന്ന സമയത്ത് നീ എങ്ങനെയായിരുന്നോ അതുപോലെ.
എനിക്ക് സന്തോഷമായി ഭാമേ. നിന്റെ ഈ മാറ്റത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ ഞാൻ തന്നെയാ. എന്റെ സ്നേഹനിധിയായ എന്റെ മക്കളുടെ അമ്മ എനിക്ക് തിരിച്ചു തന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയാ. എന്താ രാഘവേട്ട ഇത് മനുഷ്യനിങ്ങനെ കരയിപ്പിക്കാൻ വേണ്ടി? അവൻ നിനക്കെന്നും ഇതുപോലെ ഇരുന്നൂടെ? നിന്നിലൂടെ നമ്മുടെ കുടുംബം പോകുന്നതേ നിന്റെ സന്തോഷം തന്നെ. ഇവിടെ ദേ എല്ലാവരുടെയും സന്തോഷം. നിന്റെ മനസ്സ് എന്നും ഇങ്ങനെയാണെന്ന് വെച്ചാ ഭാമേ, ഈ വീട്ടിൽ എന്നും സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞില്ല രാഘവേട്ട, ഞാനിനി എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. നിങ്ങളുടെയൊക്കെ സന്തോഷ ഇനി എന്റെ സന്തോഷം. എല്ലാം കൊണ്ടും ഇതൊരു നല്ല സൂചനയാ, ഇല്ലടാ പോലെ അല്ലേ? വിഷ്ണു, ചിറ്റപ്പനാടാ ഉപേന്ദ്രൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.